ഇறைவனே போற்றுமென் போற்றி. തിരുമന്ത്രം 6-ാം തന്ത്രത്തിലെ ശിവഗുരു ദർശനത്തിന്റെ അടുത്ത പാഠലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നോക്കൂ, പ്രത്യക്ഷനായി തന്റെ ഗുരുവായി വന്നുള്ളതാരാ? ആ ശുദ്ധശിവൻ തന്നെയെന്ന് അറിയുന്നതില്ല മൂഢൻ. ഞങ്ങളിൽ ഒരുവനെന്ന് എണ്ണാതെ പുണ്യവാന്മാർ നിർമ്മലമായ അവന്റെ പാദപാണി പണിഞ്ഞു പോരും. അപ്പോൾ ശിവഭഗവാൻ തന്നെ ബ്രഹ്മഗുരുവായി വരുന്ന അവസ്ഥയിൽ മൂഢന്മാർ ശിവഗുരുവിനെ തിരിച്ചറിയുന്നില്ല. പ്രത്യക്ഷനായി തന്റെ ഗുരുവായി വന്നുള്ളതാരാ? ആ ശുദ്ധ ശിവൻ തന്നെയാണെന്ന് അറിയുന്നതില്ല മൂഢൻ. മൂഢൻ അറിയുന്നില്ല ഗുരുവിനെ. ശിവൻ തന്നെയാണ് ഗുരുവായിട്ട് വരുന്നത്. അപ്പോൾ ഒരു സാധകന്റെ മുമ്പിൽ ഗുരു പ്രത്യക്ഷപ്പെടുമ്പോൾ ആ ഗുരു സാധാരണക്കാരനായ ഒരു വ്യക്തിയാണെന്ന് മൂഢൻ തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ പുണ്യവാന്മാർ ആ ഗുരുവിനെ ശിവനായി കരുതി നിർമ്മലമായ അവന്റെ പാദപാണി പൂജിച്ച് നിൽക്കും. അപ്പോൾ ഇവിടെ ശിവനെ തന്നെ ഗുരുവായി ലഭിച്ച സാധകന്മാരുടെ അവസ്ഥാവിശേഷത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. മൂഢന്മാർ ശിവനെ ഗുരുവായി കരുതുന്നില്ല. തനിക്ക് ലഭിച്ച ഗുരു ശിവഗുരുവാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് മൂഢനായ സാധകൻ ഉണ്ടാകില്ല. എന്നാൽ പുണ്യവാന്മാരായ സാധകന്മാർക്ക് തീർച്ചയായിട്ടും തനിക്ക് ലഭിച്ച ഗുരു ശിവനാണെന്ന് തിരിച്ചറിയുന്നു, ശിവഗുരുവാണെന്ന് തിരിച്ചറിയുന്നു. അപ്പോൾ മൂഢന്മാരും പുണ്യവാന്മാരും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ പറയുന്നത്. അതായത് അജ്ഞന്മാർക്ക് യഥാർത്ഥ ഗുരുവായ ശിവഗുരു മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടാലും അത് സാധാരണ വ്യക്തിയാണ് എന്ന് കരുതി ആ ഗുരുവിനെ സ്വീകരിക്കുന്നില്ല. അതേസമയം പുണ്യവാന്മാരായ വിദ്വാൻമാരായ മഹാഭാഗ്യശാലികളായ സാധകന്മാർ ഗുരുവിനെ ശിവനായി തന്നെ കാണുന്നു, ബ്രഹ്മഗുരുവായി തന്നെ തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവ് പുണ്യവാന്മാർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ സാധകന്മാർ തന്നെ 2 തരത്തിലുണ്ട്. മൂഢന്മാരായ സാധകന്മാരുമുണ്ട്, പുണ്യവാന്മാരായ അർഹരായ സാധകന്മാരുമുണ്ട്. അർഹനായ സാധകൻ യഥാർത്ഥ ഗുരുവിനെ ശിവഗുരുവിനെ തിരിച്ചറിയുന്നു. മൂഢന്മാർ ശരിയായ ഗുരുവിനെ തിരിച്ചറിയാതെ അവിടെയും ഇവിടെയും ഓടി നടന്ന് ആ കാലം കഴിക്കുന്നു. എന്നിട്ട് യഥാർത്ഥ ഗുരുവിനെ തേടാൻ സാധിക്കാതെ യഥാർത്ഥ ഗുരുവിനെ യഥാർത്ഥ ഗുരു എന്ന് കരുതി ആരാധിക്കുന്നു. അപ്പോൾ മൂഢന്മാരും പുണ്യവാന്മാരായ സാധകന്മാരും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ ഒരു ഗുരുവിനെ സ്വീകരിക്കുമ്പോൾ പുണ്യവാനായ സാധകൻ അറിയാം താൻ സ്വീകരിച്ച ഗുരു ശിവഗുരുവാണെന്ന്. എന്നാൽ മൂഢന്മാർ അത് തിരിച്ചറിയുന്നില്ല. പലപ്പോഴും അങ്ങനെയാണ്. ഈശ്വരനെ ശിവഗുരുവിനെ തിരിച്ചറിയാൻ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ മൂഢന്മാർക്ക് ഒരിക്കലും കഴിയാറില്ല. ഷിർദി സായിബാബയുടെ ജീവചരിത്രത്തിൽ തന്നെ പല ഭാഗങ്ങളുണ്ട്. ഷിർദി സായിബാബ ഒരു ഭക്തനോട് പറയുന്നു, ഞാൻ നിന്റെ അടുത്തേക്ക് നാളെ വരും, നിന്റെ വീട്ടിൽ നാളെ വരും, പക്ഷെ നാളെ മറ്റൊരു വേഷത്തിൽ ഷിർദി ബാബ സാധകന്റെ വീട്ടിലെത്തുന്നു. സാധകൻ ഈ മനുഷ്യനെ തിരിച്ചറിയാതെ ആട്ടിപ്പായിക്കുന്നു. അപ്പോൾ യഥാർത്ഥ ഗുരുവിനെ, യഥാർത്ഥ ഈശ്വരനെ തിരിച്ചറിയാൻ പലർക്കും പലപ്പോഴും കഴിയാറില്ല. അപ്പോൾ ഗുരുവിനെ സാക്ഷാ ശിവനായി തിരിച്ചറിയാൻ പുണ്യം ചെയ്തവർക്ക് മാത്രമേ, പുണ്യവാന്മാർക്ക് മാത്രമേ, മുൻജന്മ സുഹൃത
അനുഭവത്താൽ മാത്രമേ കഴിയാറുള്ളൂ. അപ്പോൾ യഥാർത്ഥ ഗുരുവിനെ ലഭിക്കുക എന്നുള്ളത് പുണ്യവാന്മാർക്ക് ലഭിക്കുന്ന അസുലഭമായ ഒരു സിദ്ധിവിശേഷമാണ്. സാക്ഷാൽ ശിവനെ തന്നെ അവർക്ക് ഗുരുവായി ലഭിക്കുന്നു. പിന്നെ നോക്കൂ, തത്വങ്ങൾ 36 എല്ലാം കടന്ന് നിന്നാൻ പൃഥ്വിയിൽ സത്തന്മാർക്കുള്ളിൽ കടന്നു നിൽക്കും. ഒത്തോർക്ക് തന്മയമായി നിൽക്കും. നിത്യവും വസിച്ചിടും ശിവൻ സദ്ഗുരുവായി. നിത്യവും സദ്ഗുരുവായ ശിവൻ നമ്മുടെ ഉള്ളിൽ തന്നെ കഴിയുന്നു. തത്വങ്ങൾ 36 മെല്ലെ കടന്ന് നിന്നാൽ, അപ്പോൾ നമ്മൾ ഈ തത്വങ്ങൾ 36 കടന്നു നിൽക്കണം. അപ്പോഴാണ് യഥാർത്ഥ സാധകൻ ആയിത്തീരുക. അതായത് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും എല്ലാം അടങ്ങുന്ന 36 തത്വങ്ങളെയും കടന്നു നിൽക്കുന്ന ഒരു സാധകൻ. അതായത് ജ്ഞാനേന്ദ്രിയങ്ങളുടെ മേലെയും കർമ്മേന്ദ്രിയങ്ങളുടെ മേലെയും മനസ്സിന്റെ മേലെയും കൂടുതൽ കൂടുതൽ ആധിപത്യം ചെലുത്താൻ കഴിയുകയും ഇവയ്ക്കെല്ലാം അപ്പുറമായി എത്തിച്ചേരാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സാധകന് മാത്രമേ ശിവഗുരുവിനെ ലഭിക്കുകയുള്ളൂ. ഒത്താർക്കും നന്മയേകാൻ എല്ലാവരോടും കൂടി നിത്യവും വസിച്ചിടും ശിവൻ സദ്ഗുരുവായി. ഇങ്ങനെയുള്ള പക്വതയുള്ള സാധകന്മാർക്ക് സദ്ഗുരുവായ ശിവൻ എപ്പോഴും ഗുരുവായി വന്ന് സദ്ഗുരുവായി വന്ന് അയാൾക്ക് മാർഗനിർദ്ദേശം നൽകും. അപ്പോൾ സാധകന്മാർ തന്നെ പലതരത്തിലുണ്ട്. ഈ 36 തത്വങ്ങളെയും ജ്ഞാനേന്ദ്രിയ കർമ്മേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും അഹങ്കാരത്തെയും എല്ലാം മറികടന്ന് അതിനും അപ്പുറമെത്തിയ സാധകന്മാർക്ക്, അതായത് വളരെയേറെ വളർച്ച നേടിയ സാധകന്മാർക്ക്, പുണ്യവാന്മാരായ സാധകന്മാർക്ക് ഗുരു തന്നെ, ശിവഗുരു തന്നെ ഗുരുവായി വന്ന് മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടും. അതിന് കൂടുതൽ പരിശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാക്ഷാൽ ശിവഗുരു ഇങ്ങനെ പക്വതയുള്ള സാധകന്റെ അടുത്തേക്ക് വന്നു ചേരും എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. അത് ശിവഗുരു തന്നെ ചിലപ്പോൾ പല രൂപത്തിൽ വന്ന് ഈ സാധകനെ യഥാർത്ഥ വിദ്യ അഭ്യസിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ തെളിഞ്ഞു കാണുന്നത് മഹാഭാഗവതം 11 സ്കന്ധത്തിലാണ്. 11 സ്കന്ധത്തിൽ 24 ഗുരുക്കന്മാരെ പറ്റി പറയുന്നുണ്ട്. ഭൂമി, അതേപോലെ തന്നെ ആകാശം, സൂര്യൻ, ചന്ദ്രന്മാര് തുടങ്ങിയവരിൽ നിന്നെല്ലാം തന്നെ ഓരോരോ പാഠങ്ങൾ പഠിക്കാൻ കഴിഞ്ഞ 24 ഗുരുക്കന്മാരെ കുറിച്ചിട്ട് മഹാഭാഗവതം 11 സ്കന്ധത്തിൽ മഹാഭാഗവത കർത്താവ് വിവരിക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പിന്നീട് പ്രവേശിക്കാം. ഓം ശിവായ തിരുമൂല ദേവായ നമഃ.